Dear students, welcome to International Business. In this class, we are going to discuss about balance of payment. Balance of payment is a very important topic related to the international business. In the international business, we are dealing with trade between nations. About what is the net result of the trade between nations? Trade between the different countries importing and exporting of goods from India to different countries all over the world. So the result of the international trade by a country to the other world, to the other countries in the world, is known as balance of payment. അപ്പം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, so we have to deal with different countries for importing and exporting goods and services. So there are so many visible and invisible goods and services are exchanged between nations. Invisible, as all of you know, services are also rendered between different nations. Similarly, capital transfer, flow of capital from one country to another country also take place. അപ്പോൾ ഒരു രാജ്യവും മറ്റു രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പം വ്യാപാരം നടക്കുന്നു, അതേപോലെ തന്നെ സർവീസസ് ഡെലിവർ ചെയ്യുന്ന പരസ്പരം, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാകും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ റെസിഡൻസ് ഓഫ് ദ റിപ്പോർട്ടിംഗ് കൺട്രി ആൻഡ് ദ റെസിഡൻസ് ഓഫ് ഫോറിൻ കൺട്രീസ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. സോ ഇറ്റ് ഈസ് എ മോണിറ്ററി മെഷർമെൻറ്റ് economic transactions between residents of the reporting country and residents of foreign country. For example, ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ റെഫർ ചെയ്യുകയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ദെൻ കമ്പയർഡ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഫോർ ദാറ്റ് വി യൂസ് ഡബിൾ എൻട്രി സിസ്റ്റം ബിറ്റ്വീൻ ദ കൺട്രീസ്. സിമിലർലി അത് അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതേപോലെ തന്നെ ഫണ്ട് അങ്ങോട്ട് പണം അയക്കുന്നു, ഇങ്ങോട്ട് പണം അയക്കുന്നു. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതിനെ ഒരു കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വളരെ നിർണായകമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ എക്കണോമിക് റിഫോംസ് തുടങ്ങിയതിൻ്റെ കാരണം എന്താണ്? വി ആർ ഇൻ എ ക്രൈസിസ് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മൾ എക്സ്പോർട്ട് തീരെയില്ല, ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇമ്പോർട്ട് ചെയ്യാൻ ഫോറിൻ കറൻസി ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഒരു രാജ്യത്തിന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി, ആ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് പൊസിഷൻ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ. ഇന്ന് ഇന്ത്യ വളരെ സ്ട്രോങ് രാജ്യമാണ്, ബിക്കോസ് വി ഹാവ് ഹ്യൂജ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ അബൌട്ട് ദ കറൻസി വാല്യൂ. നമ്മുടെ കറൻസി വാല്യൂവിൻ്റെ അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ മറ്റ് കറൻസീസുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. സിമിലർലി ഇറ്റ് ഹെൽപ്പ് ദ ഗവൺമെൻറ് ടു ഫിക്സ് ദ ഗവൺമെൻറ് പോളിസീസ്. സിമിലർലി ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് അബൌട്ട് ദ ഡീലിങ്സ് ബിറ്റ്വീൻ സം കൺട്രീസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് എത്ര എക്സ്പോർട്ട് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഇമ്പോർട്ട് ഉണ്ട്, അത് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇറ്റ് പ്രൊവൈഡ് സം വാല്യുബിൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ സം കൺട്രീസ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെപ്രസെൻറ്റ് ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി, വെദർ ഇറ്റ്സ് കറൻസി ഈസ് റൈസിങ് ഓർ ഫാളിങ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില നമ്മൾ മെഷർ ചെയ്യുക, അതേപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദ കറൻസി. അപ്പോൾ അതിനകത്ത് ഇഫ് എ ട്രാൻസാക്ഷൻ ഏൺസ് ഫോറിൻ കറൻസി, ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ആൻഡ് റെക്കോർഡഡ് ആസ് എ പ്ലസ് ഐറ്റം. ഏൺ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റാണ്, അത് ഒരു പ്ലസ് ഐറ്റമാണ്. എക്സ്പെൻഡിച്ചറാണ് വരുന്നതെങ്കിൽ, സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡെബിറ്റ് ആസ്പെക്റ്റാണ്, അതൊരു നെഗറ്റീവ് ഐറ്റമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ ഇന്ത്യയിലേക്ക് കറൻസി വരുന്നു, അതൊരു പ്ലസ് ഐറ്റമാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ കറൻസി കൊടുക്കുന്നു, അതൊരു മൈനസ് ഐറ്റമാണ്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് it is a systematic record of all economic transactions between the residents of a country and the rest of the world. Rest of the world means ബാക്കിയുള്ള രാജ്യങ്ങൾ. അപ്പം അവിടെ it records the receipts on account of goods exported, services rendered and capital received. ഈ മൂന്ന് കാര്യങ്ങളാണ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ ഫ്ലോ.
and payment made by goods imported, services received and capital transfer. ഈ 3 ഐറ്റമാണ്, അതിലുള്ള റെസീറ്റും പേയ്മെൻറ്റുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. It is a systematic record, and features it is a systematic record. It includes all transactions that is visible and invisible, service sector as well as the goods items also. It is related to a particular period of time. It is an annual statement. We prepare double entry bookkeeping system to record these things. We follow a double entry system. And a credit side and debit side. Receipts are recorded in the credit side, payments on the debit side. Balance of trade. Trade means goods trade. Difference between countries exports and imports. അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കോമ്പോണൻറ്റ്. അപ്പോൾ ഡെബിറ്റ് ഐറ്റംസ് ഇൻക്ലൂഡ് imports, foreign aid, domestic spending abroad and domestic investments abroad. Credit items include exports, foreign spending in the domestic economy and foreign investment in the domestic economy. When exports are greater than import, balance of trade is favorable and vice versa it is unfavorable. ഇനി ഇത് തമ്മിൽ ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഹോൾ ട്രാൻസാക്ഷൻസ് വരുന്നതാണ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. ട്രേഡ് ഇപ്പം BOPയും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിൽ വ്യത്യാസം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രോഡ് ടേം. ഇറ്റ് ഇൻക്ലൂഡ്സ് transactions related to visible and invisible and capital transfers, that is goods and services. It always balance itself. അപ്പോൾ അതിനകത്ത് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബാലൻസിങ് കൺസെപ്റ്റും ഉണ്ട്. അപ്പം അതിലെ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തേക്കുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് മെയിൻ ഫാക്ടേഴ്സ്: കണ്ടീഷൻ ഓഫ് ദ ഫോറിൻ ലെൻഡേഴ്സ്, എക്കണോമിക് പോളിസി ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് BOT. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്? ടു അട്രാക്ട് മാക്സിമം ഫോറിൻ ക്യാപിറ്റൽ. അപ്പം ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ നാരോ ടേം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി വിസിബിൾ ഐറ്റംസ്, ദാറ്റ് മീൻസ് ഗുഡ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻക്ലൂഡ്സ് goods and services. Balance of trade includes only goods. It may be favorable or unfavorable. So അപ്പോൾ അതിനകത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് മെയിൻ ഫാക്ടറാണ്. റോ മെറ്റീരിയൽ, എക്സ്ചേഞ്ച് റേറ്റ്, പ്രൈസസ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് അറ്റ് ഹോം. അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ആൻ ഇൻഫീരിയർ ടേം കമ്പയർഡ് ടു ബാലൻസ് ഓഫ്. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡ്സ് ഓൾ ദ ട്രാൻസാക്ഷൻസ് and determine the demand and supply of currency. It decides the financial strength of the nation. Then the exchange rate of currency, നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നു. പോളിസി ഓഫ് ദ ഗവൺമെൻറ്, റിസർവ് ബാങ്കിൻ്റെ പോളിസീസ് ആർ ബേസ്ഡ് ഓൺ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. സിമിലർലി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മേ കൺഫേം ട്രെൻഡ് ഇൻ എക്കണോമിക്സ്, ഇൻ്റർനാഷണൽ ട്രേഡ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആഗോള വ്യവസ്ഥയുമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നമ്മൾ ഫോറിൻ നമുക്ക് നേടുകയാണെങ്കിൽ അതൊരു പ്ലസ് ഐറ്റം ആയിരിക്കും, അത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഐറ്റം ആയിരിക്കും. 3 തരം അക്കൗണ്ട്സാണ്, 3 തരം കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, 3 റിസർവ് അക്കൗണ്ട്, ആൻഡ് ഫൈനലി എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അപ്പോൾ 4 ഐറ്റംസ് ആണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ balance of payment on current account is a statement of actual receipts and payments in a short period. It includes the value of export and import of both visible and invisible goods. There can be either surplus or deficit. അപ്പോൾ ഷോർട്ട് പീരീഡിലുള്ള എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിവിഡൻസ്, യൂണിലാറ്ററൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ NRIs അവിടെ നിന്ന് ഇങ്ങോട്ട് പണം അയക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്നു. പേയ്മെൻറ്റ് ഫ്രം ഓർ ടു എബ്രോഡ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ വി ഡീൽ വിത്ത് ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ്. അപ്പം ഇൻക്ലൂഷൻ ഓഫ് 3 ബാലൻസസ്, അതാണ് മെർക്കൻഡൈസ് ബാലൻസ്, സർവീസ് ബാലൻസ് ആൻഡ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ ബാലൻസ്. അപ്പം പിന്നെ 3 ബാലൻസാണ്. മെർക്കൻഡൈസ് മീൻസ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്. സർവീസ് മീൻസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ഇൻകം ബാലൻസ് മീൻസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം റെസീറ്റ് ഫ്രം അസറ്റ്സ്. അതേപോലെ തന്നെ കോമ്പൻസേഷൻ ടു എംപ്ലോയീസ്, അങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ്, ഗിഫ്റ്റ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്, അതേപോലെ തന്നെ ഗിഫ്റ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഫോറിൻ അവർ കൺട്രി ടു ഫോറിൻ കൺട്രീസ്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൽ
അതായത് ഇൻവോൾവ് എ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി കൺസേർഡ് ചേഞ്ചിങ് ഐദർ ഹിസ് അസറ്റ്സ് ഓർ ഹിസ് ലയബിലിറ്റീസ് ടു ദ റെസിഡൻറ്റ് ഓഫ് അതർ കൺട്രി. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്ട് ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ദാറ്റ് ഈസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഒക്കെ വരുന്നു. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെന്താണ് ലോങ് ടേം FDI FIIs ഒക്കെ അതിനകത്താണ് വരിക. റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ബോറോയിങ്സ്, അതേപോലെ തന്നെ ലെൻഡിങ്, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ് ആൻഡ് ലെൻഡിങ്. FDIs ആൻഡ് FFIs ആർ കമ്മിങ് അണ്ടർ ദിസ് ഏരിയ. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൽ ദർ മേ ബി ആൾസോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ദീസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 categories: ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, FDI ആവാം, FIIs. ദെൻ റിസർവ് അക്കൗണ്ട്. റിസർവ് അക്കൗണ്ടിൽ നമ്മളെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആസ് എ റിസർവ് അസറ്റ് ക്രിയേറ്റഡ് ബൈ IMF ടു മെമ്പർ കൺട്രീസ്. IMF വിദേശത്തു നിന്നുള്ള ഫണ്ട്സാണ്. IMF SDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, റിസർവ് ആൻഡ് മോണിറ്ററി ഗോൾഡ്സ്. അപ്പം നമ്മുടെ റിസർവ് അക്കൗണ്ടിൽ ഇൻ്റർനാഷണൽ ഏജൻസീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ്സ് ടു ലാക്സ് ഇൻ റിപ്പോർട്ടിംഗ് ദ ട്രാൻസാക്ഷൻസ്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വരുന്ന ഡിലേ മൂലമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇഫ് ഇറ്റ് ഈസ് എ ബാലൻസിങ് എൻട്രി, ഇറ്റ് ഈസ് നീഡഡ് ടു ബി ഓഫ്സെറ്റ് ദ ഓവർ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ അത് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലെ എൻട്രി ചെയ്യുമ്പോൾ വരുന്ന പിന്നെ ലാസ്റ്റ് മിനിറ്റിലുണ്ടാകുന്ന എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആണ്. ദാറ്റ് വിൽ ബി റെക്കോർഡഡ് പ്രോപ്പർലി. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാക്കി കൺക്ലൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. താങ്ക് യു.